പഴയ കാലത്ത് നമ്മൾ വിമാനത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ രാമായണത്തിൽ പറയുന്ന പുഷ്പവിമാനം എന്നത് ഉണ്ടായിട്ടില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നോ? വിമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രീതികൾ വ്യത്യാസമുണ്ടാവും. ഒരുപക്ഷെ ഇന്ന് ആധുനികം കാണുന്ന രീതിയിലാവില്ല, അന്ന് അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കാം. അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നമ്മുടെ ഒന്നും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടില്ല എന്നെന്താണ് ഉറപ്പ്? നമ്മുടെ ശാസ്ത്രങ്ങൾ എത്ര പേർ വായിച്ചിട്ടുണ്ട്? നമ്മുടെ കയ്യിലുള്ള പല ഉപനിഷത്തുകളോ അല്ലെങ്കിൽ പുരാണങ്ങളിലോ ഓരോ ഭാഗത്തും ഓരോന്നിനെപ്പറ്റി വ്യാഖ്യാനിച്ചിട്ടുള്ള വിഷയങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടാവാം. അപ്പം നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരുന്നത്, പൂർവിക കാലത്തുണ്ടായിരുന്നത് വളരെ വളരെ വിശാലം തന്നെയായിരുന്നു. അത് ചെയ്യാൻ നമുക്കന്ന് കഴിവില്ല. എൻ്റെ പൂർവികരെല്ലാവരും വിഡ്ഢികളാണെന്ന് നമ്മൾ തന്നെ പറഞ്ഞാൽ പിന്നെ നമുക്കെന്താണ് വില? ഭാരതീയരായ നമ്മൾ തന്നെ പറയുന്നു, നമ്മൾ തന്നെ നമ്മളെ അധിക്ഷേപിക്കുന്നു, നമ്മുടെ പൂർവികർക്ക് വിമാനം കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ്? നമുക്കല്ല, ഇത് ഭാരതീയർക്കൊന്നും കഴിയില്ലായിരുന്നു. അമേരിക്കക്കാരനോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാരനോ മാത്രമേ ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവുള്ളൂ എന്ന് ഇന്ന് നമ്മൾ പറഞ്ഞാൽ, നമ്മുടെ സ്വത്വത്തെ, നമ്മുടെ കഴിവിനെ, നമ്മുടെ പൂർവികരുടെ കഴിവിനെ, വാല്യുവിനെ, പാരമ്പര്യത്തെയൊക്കെ അധിക്ഷേപിക്കുന്ന നമ്മളല്ലേ. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ഒരു കാലത്ത് വളരെ കേമന്മാർ തന്നെയാണ്. ഇന്ന് നമ്മൾ മോശമല്ല, നാളെ ഇതിലും വലുതാവാനുള്ള കഴിവ് നമുക്കുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന് പറഞ്ഞാൽ, ഒരു സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ അന്ന് നമുക്ക് ഇങ്ങനെ പോവാൻ, പറക്കുക എന്നുള്ളത് നമുക്ക് കഴിയും എന്നുള്ളതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടേ ഉള്ളൂ. ഹനുമാൻ സ്വാമി പറന്നു എന്നുള്ളതല്ല. പക്ഷേ അങ്ങനെ ചിന്തിക്കാനും ആ ഒരു കാലഘട്ടത്തിലും കഴിഞ്ഞിരുന്നത് ഭാരതീയർ മാത്രമായിരുന്നു. ആ സമയത്ത് ലോകത്തിൻ്റെ ഏത് ഗ്രന്ഥത്തിലോ ഏത് കാര്യത്തിലാണ് പറയുക? ഭാരതത്തിലല്ലാതെ ഇത്തരം കാര്യങ്ങൾ എവിടെ ചെയ്ത ഏതെങ്കിലും കഥകൾ അതിന് മുമ്പുണ്ടായിരുന്നു? 2000 വർഷത്തിനിപ്പുറേക്ക്, ക്രിസ്തു ജനിച്ച 2000 വർഷത്തിനിപ്പുറേക്ക് നോക്കിയാൽ ഇന്ന് തൊട്ടാണ് ഈ പറഞ്ഞ ലോകത്ത് വലിയ മാറ്റങ്ങൾ പറയുന്നത്. 600 വർഷം 700 വർഷം മുമ്പ് വരെ. പക്ഷേ ഭാരതത്തിൽ എന്താണ്? അതിനും എത്ര വർഷം പുറകോട്ടാണ്? BC എത്ര പുറകോട്ടാണ്? അപ്പം നമ്മൾ നമ്മുടെ കഴിവ് വളരെ വലുതായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇന്നലെ നമ്മൾ വലുതായിരുന്നു, ഇന്നും നമ്മൾ മോശമല്ല. മറ്റുള്ളവരുടെ പൊളപൊളപ്പ് അല്ലെങ്കിൽ അവരുടെ കവറിങ്, അവരുടെ നല്ല പാക്കിങ്ങിൻ്റെ പുറത്ത് ഇന്നവർക്ക് കുറച്ച് പ്രശസ്തി കൂടുതലുണ്ടാവും. പക്ഷേ നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള നോളജ്, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനം, നാളേക്ക് നമ്മൾ ചെയ്യാൻ കഴിയുന്ന നമ്മുടെ കഴിവ്, ഇതിനെ മൂന്ന് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കിയിട്ട് പുച്ഛിക്കാൻ വരുന്നവരെ മാറ്റി നിർത്തുക. നമ്മൾ കേമന്മാരാണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക. അങ്ങനെ പെരുമാറിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്.